അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുണ്ടാവണം. വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വീഡിയോയിൽ 6ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി നുക്കമ്മിലു ബിൽ മുനാസിബി മിനൽ ഖൗസൈനി, ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചതുകൊണ്ട് പൂരിപ്പിക്കാനാണ്. 6 ചോദ്യങ്ങളുണ്ട്. ഓരോ ചോദ്യങ്ങൾക്കും ബ്രാക്കറ്റിൽ 3 ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒന്നാണ് ശരി ഉണ്ടാവുക, അത് എടുത്ത് പൂരിപ്പിക്കുകയാണ് വേണ്ടത്. ഇവിടെ ഒന്നാമത്തെ ചോദ്യം നോക്കൂ. റഅയ്തു, ഞാൻ കണ്ടു, ഡാഷ് ഖിത്തൻ, പൂച്ചയെ. ഇനി എത്ര പൂച്ചയെ എന്നുള്ളതാണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. സലാസ അഷറത്ത, സലാസ അഷറ, സലാസത്ത അഷറ, 13 ഇവിടെ ഉത്തരം വരുന്നത്. പക്ഷെ അതെങ്ങനെ നമ്മൾ കണ്ടെത്തുക? നമ്മൾ 10ാമത്തെ പാഠത്തിൽ അതത് മഅദൂദ് പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ നിയമങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ വരിക. എന്താണ് 10 വരെയുള്ളത് നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചു. 11 മുതൽ 20 വരെയാണ് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അതിൽ 11, 12 നിയമമാണ്. മഅദൂദ് മുദക്കറാണെങ്കിൽ അതത് മുദക്കറാവണം, മഅദൂദ് മുഅന്നസ് ആവണമെങ്കിൽ അതത് മുഅന്നസ് ആവണം. 13 മുതൽ താഴോട്ട് അങ്ങോട്ട് എന്താണ് നിയമം? നേരെ ഓപ്പോസിറ്റ് നിയമമാണ്. പിന്നെ മഅദൂദ് മുദക്കറാണെങ്കിൽ അതദിലെ ഒറ്റയാണ് മുഅന്നസാക്കുക. നമുക്കിവിടെ നോക്കാം. ഇവിടെ ഖിത്തൻ എന്നുള്ളത് ത ഒന്നുമില്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ കണ്ടെത്താം. ത ഇല്ലാത്തത് കൊണ്ട് അത് മുദക്കറാണ്. ഇത് മഅദൂദാണ്, എണ്ണപ്പെടുന്ന സാധനമാണ്. അപ്പോൾ അത് മുദക്കറാണ്. ഇനി അപ്പോൾ ഇവിടെ അഷറ എന്ന് വരുന്നത് എങ്ങനെ വരണം? മുദക്കറായിട്ട് തന്നെ വരണം. അഷറ ഇത് മുദക്കറായത് കൊണ്ട് കൂടുതൽ അഷറ മുദക്കർ തന്നെ ആവണം. ഇനി ഇവിടെ ഒരു ഒറ്റ വരുന്നുണ്ട്, സലാസ, അതാണ് നമ്മൾ മുഅന്നസ് ആക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ വരിക? സലാസത്ത അഷറ. ഇതാണ് അതിൻ്റെ ആൻസർ വരിക, സലാസത്ത അഷറ ഖിത്തൻ. ഇനി അടുത്ത് നോക്കൂ. രണ്ടാമത്തത് ഫിസ്സുന്ദൂഖി, ബോക്സിൽ ഉണ്ട്. ഇനി ഡാഷ് കലമൻ, പേന. എത്ര പേന? ഇവിടെ സബ്അത്ത അഷറ, സബ്അ അഷറ, സബ്അത്ത അഷറത്ത. ഇതെങ്ങനെ നോക്കുക? ആദ്യം നമ്മൾ മഅദൂദ് നേരെ ശ്രദ്ധിക്കണം. മഅദൂദ് കലമൻ എന്നുള്ളതാണ്, മുദക്കറാണ്. അപ്പം ഇതിൻ്റെ കൂടെ വരുന്ന അഷറ മുദക്കർ തന്നെ ആവണം, അഷറ. പിന്നെ ഒറ്റയാണ് നമ്മൾ മുഅന്നസ് ആക്കേണ്ടത്. അപ്പോൾ ഇവിടെ അങ്ങനെ വരുന്നത് ഏതാണ്? സബ് അത്ത എന്നുള്ളതാണ്. സബ് അത്ത മുഅന്നസ് എങ്ങനെ ആയത്? ത ഉണ്ടായത് കൊണ്ട് മുഅന്നസായി. അപ്പോൾ സബ് അത്ത അഷറ, ഇതാണ് ആൻസറായിട്ട് വരിക. ഫിസുന്ദൂഖി, പെട്ടിയിൽ, ബോക്സിൽ, സബ് അത്ത അഷറ കലമൻ, 17 പേനുണ്ട്. ഇനി മൂന്നാമത്തത് നദ്റുസുൽ യൗമ ദർസൻ ഡാഷ്. നദ്റുസു നാം പഠിക്കും, അൽ യൗമ ഇന്ന്, ദർസൻ ഒരു പാഠം. എങ്ങനത്തെ പാഠം? ദർസൻ. ഇത് നമ്മൾ പഠിച്ചല്ലോ, ദർസൻ. അപ്പോൾ അതേപോലെ ഈ ഇറാബിൽ യോജിക്കുന്നത് ഏതാ? ജദീദത്തുൻ, ജദീദൻ, ജദീദുൻ. ഇതിലേതാണ്? ജദീദൻ. ഇതാണ് ശരി ഉത്തരം. നദ്റുസുൽ യൗമ ദർസൻ ജദീദൻ. ഇന്ന് നാം പുതിയ ഒരു പാഠം പഠിക്കും. ഇനി 4ാമത്തെ നോക്കൂ. യാ ബനാത്തി, എൻ്റെ പെൺകുട്ടികളെ. ഇനി ഇവിടെ ഒരു വാക്ക് ചേർത്ത് കൊടുക്കാണ്ട്. റുഊസകുന്ന, നിങ്ങളുടെ തലകളെ, നിങ്ങളുടെ ശിരസ്സുകളെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ലാ തക്ഷിഫി എന്നാണോ, ലാ തക്ഷിഫ്ന എന്നാണോ, ലാ തക്ഷിഫു എന്നാണോ വേണ്ടത്? യാ ബനാത്തി ജംഅ മുഅന്നസാണ്. അപ്പോൾ ജംഅ മുഅന്നസാണ്, നേരിട്ട് പറയുന്നത് കൊണ്ട് അത് മുഖാത്തബും കൂടിയാണ്. അപ്പോൾ അതിനോട് യോജിക്കുന്നതാണ് വരേണ്ടത്. ഏതാണ്? യാ ബനാത്തി ലാ തക്ഷിഫ്ന എന്നാണ് വരിക. ലാ തക്ഷിഫ്ന, നിങ്ങൾ വെളിവാക്കരുത്. ലാ തക്ഷിഫ്ന, നിങ്ങൾ വെളിവാക്കരുത്. റുഊസകുന്ന, നിങ്ങളുടെ ശിരസ്സുകളെ, തലകളെ. അപ്പോൾ ജംഅ മുഅന്നസായത്, ജംഅ മുഅന്നസ് മുഖാത്തബായതാണ് ഇവിടെ വെച്ചു കൊടുക്കേണ്ടത്. ഇനി
അഞ്ചാമത്തത് ഡാഷ് അൽ ബിന്തു ഇലൽ മദ്രസത്തി, പെൺകുട്ടി ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക്. അതിലേതാണ് വരിക? ജാഅത്തുണ്ട്, ജാ ഉണ്ട്. ഇതാണ് യോജിക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്തായാലും യോജിക്കില്ല എന്ന് നമുക്കറിയാലോ. ഇനി ഇവിടെ ബിന്താണ് ഫായിൽ, ബിന്ത് ഫായിലാണ്. അപ്പോൾ അത് മുഅന്നസായതുകൊണ്ട് അതിൻ്റെ ഫീല് മുഅന്നസാവണം. അപ്പോൾ അങ്ങനെ മുഅന്നസായ ഫീല് ജാഅത്ത് എന്നാണുള്ളത്. ജാഅത്തിൽ ബിന്തു ഇലൽ മദ്രസത്തി. അപ്പോൾ ഇതാണ് ആൻസർ വരിക. ഇനി ആറാമത്തത് ഡാഷ് അനീസത്തു വക്ത ദർസി, പഠന സമയം അനീസ എന്ത് ചെയ്യൂല? മാ ഖറഅ, ഓതൂല അല്ലെങ്കിൽ വായിക്കൂല. ലാ യദ്ഹബു, പോവുകയില്ല. മാ ലഇബത്ത്, കളിക്കുകയില്ല. ഇതിൽ ശരിയായ ഉത്തരം എന്താണ്? മാ ലഇബത്താണ്. ഈ അനീസ എന്നുള്ളത് മുഅന്നസായതുകൊണ്ട് ഇനി അതേപോലെ മുഅന്നസായ ഒരു ഫീലുള്ളത് ഇതാണ്. ഇതാ മുഅന്നസായത്, ഇതാ ഇത് മുദക്കറാണ്. അപ്പോൾ ഇതല്ല, ഇത് മുദക്കറാണ്, ഇതുമല്ല. അപ്പോൾ ഇവിടെ വേണ്ടത് മാ ലഇബത്ത് എന്നാണ്. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നംല ഉൽ ജദ്വല, കോളങ്ങൾ പൂർത്തിയാക്കി കൊടുക്കാനാണ്. 4 ചോദ്യങ്ങളാണുള്ളത്. ഇവിടെ 4 കോളങ്ങളുണ്ട്. മാളി, മുലാരി, അംറ് ഹാലർ, നഹി ഗായിബ്, ഇങ്ങനെ 4 കോളങ്ങളാണുള്ളത്. ഇവിടെ ഒന്നാമത്തെ ചോദ്യം നോക്കൂ. ഒന്നാമത്തത് ജലസ എന്നിവിടെ ഉണ്ട്. ഇനി അതിൻ്റെ മുലാരി ഉണ്ടാക്കണം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുക. നമ്മൾ 5ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ജലസൻ്റെ മുലാരി യജ്ലിസു. ഈ അവസാനം എടുക്കുന്ന ഈ ലൊമ്മ് നിർബന്ധമായിട്ടും കൃത്യമായിട്ട് വരണം. ചില കുട്ടികൾക്ക് ഫത്തഹൊക്കെ ആവാറുണ്ട്. അപ്പോൾ അതിൻ്റെ മാർക്ക് പോകാൻ ശ്രദ്ധിക്കണം. ഇനി പിന്നെ യജ്ലിസു കഴിഞ്ഞു. അതിൻ്റെ അംറ് ഹാദർ ഇവിടെ കാണുന്നുണ്ട്. ഇജ്ലിസ് എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നഹിയ് ഗായിബാണ് ഉണ്ടാക്കേണ്ടത്. നഹിയ് ഗായിബ് ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ നഹിയിൻ്റെ അദാത്ത് അടയാളം അവിടെ കൂട്ടി കൊടുക്കണം. ലാ എന്നാണ്. പിന്നെ മുലാരി എന്നാണുള്ളത് ഉണ്ടാക്കുക. അപ്പോൾ ആ മുലാരി അങ്ങോട്ട് എഴുതി കൊടുക്കുക. അവസാനത്തെ അക്ഷരത്തിനൊന്ന് പിന്നെ സുക്കൂന് കൊടുക്കുക. ലാ യജ്ലിസ്. ഈ സുക്കൂന് എന്നുള്ള നിർബന്ധമാണ്, അത് ശ്രദ്ധിക്കണം. ലാ യജ്ലിസ് എന്നാണ് വരിക. ഈ രണ്ടാമത്തതിൽ മാളി ഇവിടെ ഇല്ല. മുലാരി യഖൂലു എന്നുണ്ട്. നമ്മളറിയാം, 5ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, 6ാം ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ട്. മാളി എന്താ വരിക? യഖൂലു. മുലാരിൻ്റെ മാളി കാല. യഖൂലു എന്ന മുലാരി ഉണ്ട്. ഇനി ഇതിൻ്റെ അംറ് ഹാദർ എടുക്കണം. അംറ് ഹാദർ എടുക്കുമ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. സാധാരണ പോലെയല്ല. പിന്നെ മുലാറത്തിൻ്റെ അക്ഷരത്തിന് ആദ്യം കളയണം. യഖൂലു എന്നുള്ളതിൽ മുലാറത്തിൻ്റെ അക്ഷരത്തിനെ കളയുമ്പോൾ പിന്നെ കൂലു എന്നതാണ് വരിക. കൂലു. മുലാറത്തിൻ്റെ അക്ഷരം യാ എന്നിവിടെ ഉണ്ട്. ഇതാ അത് അംറ് ഹാദർ എടുക്കുമ്പോൾ ആദ്യം കളയണം. ഇനി അവസാനത്തെ അക്ഷരത്തിന് സുക്കൂനാക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കൂൽ എന്നായി. പിന്നെ അലിഫ് വാവ് യാ ഇതിലേതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കളയും വേണം. അപ്പോൾ ഇതെന്തായി മാറി? കുൽ എന്നായി മാറി. അതാണ് കാലൻ്റെ അംറ് ഹാദർ. കുൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നഹിയ ഗായിബിൽ ലാ എന്ന് കൂട്ടി കൊടുത്തിട്ട് അത് ലാ യഖുൽ എന്നിവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ നോക്കൂ. നളറ മാലി ഇവിടെ ഉണ്ട്. യൻലുറു മുലാരി ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ അംറ് ഹാദർ കാണണം. അംറ് ഹാദർ സിമ്പിളായിട്ട് കാണാം. ഇവിടെ ആ മറ്റേ അലിഫും വാവും യാ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ സിമ്പിളായിട്ട് കാണാം. യൻലുറു മുലാരി എന്നാണ് ഇതൊക്കെ ഉണ്ടാക്കുക. അതുകൊണ്ടാണ് ഇവിടെ മുലാരി ചെയ്തത്. യൻലുറു. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? മുലാറത്തിൻ്റെ അക്ഷരത്തിനെ കളയാൻ വേണ്ടത്. അത് കളഞ്ഞു. പിന്നെ അവസാനത്തേന് സുക്കൂന് കൊടുക്കണം. ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ മുലാറത്തിൻ്റെ അക്ഷരത്തിൻ്റെ പകരം അവിടെ ഒരു അക്ഷരം വെച്ച് കൊടുക്കണം. അതെങ്ങനെ നമ്മൾ നോക്കുക? അവസാനത്തെ അക്ഷരമാണുള്ള റാ, അതിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് ലൊമ്മാണെങ്കിൽ ഇവിടെ ലൊമ്മ തന്നെ വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളിതിവിടെ എങ്ങനായിട്ട് മാറും? ഉൻലുർ എന്നാവും. ഉൻലുർ. ഇനി നെഹിയ ഗായിബാവുമ്പോൾ നമ്മൾ നെഹിയിൻ്റെ അദാത്ത് അടയാളം ആദ്യം എഴുതി കൊടുക്കുക. ലാ എന്ന് എഴുതി കൊടുക്കുക. പിന്നെ സിമ്പിളാണ്. ആ മുലാരി തന്നെയാണ് എഴുതിയിട്ട് അവസാനത്തെ അക്ഷരത്തിനെ സുക്കൂൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ലാ യൻലുർ എന്നായി. ഓരോന്നും അങ്ങനെ ചെയ്യാം. ഇനി നാലാമത്തത്
യംഷി എന്നിവിടെ ഉണ്ട് മുലാരി. അതിൻ്റെ മാലി നമ്മൾ പഠിച്ചിട്ടുണ്ട് മഷാ എന്നാണ്. മഷാ യംഷി. ഇനി അതിൻ്റെ അമ്രഹാദൃത കൊടുത്തുക്കുന്നു ഇംഷി എന്നുണ്ട്. ഇംഷി. ഇനി നഹ്യായിബാവുമ്പോൾ ലാ ഫസ്റ്റ് കൊടുക്കുക, പിന്നെ ലാ മുലാരി അതേപോലെ വെച്ചെടുത്താൽ മതി. ലാ യംഷി. ഇത് അവസാനം യാ നീട്ടാനുള്ളത് കൊണ്ട് നീട്ടാനുള്ള അക്ഷരം വന്നത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. ലാസ്റ്റ് സുക്കൂന് കാണാത്തതാണ്. മൂന്നാമത്തെ ആക്ടിവിറ്റി നുമയ്യിസു നഅത്ത വൽ മൻഊത്ത. നഅത്തിനെയും മൻഊത്തിനെയും വേർതിരിക്കാനാണ്. 3 ചോദ്യങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട്. മൻഊത്തും നഅത്തും വേർതിരിക്കാനുള്ള കള്ളികളും കൊടുത്തിട്ടുണ്ട്. നമ്മൾ നഅത്തും മൻഊത്തൊക്കെ പഠിച്ചിട്ടുള്ളത് 9ാമത്തെ പാഠത്തിലാണ്. നമുക്ക് നോക്കാം. ഇവിടെ 1ാമത്തെ ചോദ്യം എന്താ? അർറജുലുൽ മുഅ്മിനു ലാ യക്ദിബു. മുഅ്മിനായ ഒരാൾ കളവ് പറയുകയില്ല. മുഅ്മിനായ ഒരു പുരുഷൻ കളവ് പറയൂല. ഇനി ഇതിൽ നമ്മളങ്ങനെ വേർതിരിക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് നഅത്ത് പിന്നെ മൻഊത്തിനോട് കുറേ കാര്യങ്ങളിൽ തുടർന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. മുദക്കർ, മുഅന്നസ്, അതേപോലെ മുഫ്രദ്, മുസന്ന, ജംഅ്, ഇറാബ്, നക്കിറ, മഅരിഫ്, അങ്ങനെ കുറേ കാര്യങ്ങളിൽ ഒരേപോലെ ആയിരിക്കും തുടർന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനത്തെ ഇതുള്ളത് നോക്കിയാകുമ്പോൾ കാണുക അർറജുലുൽ മുഅ്മിനു. അർറജുലുൽ മുഅ്മിനു. ഇതിലാണ് നമ്മുടെ നഅത്തും മൻഊത്തും കിടക്കുന്നത്. ഇനി എന്താ നമ്മൾ പഠിച്ചത്? ഇങ്ങനത്തെ 2 വാക്കുകളിൽ ഒന്നാമത്തതിൻ്റെ രണ്ടാമത്തെ പദം, രണ്ടാമത്തെ വാക്ക് ഒന്നാമത്തതിൻ്റെ പിന്നെ വിശേഷണം വ്യക്തമാക്കുന്നു എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അതിൽ രണ്ടാമത്തേന് നഅത്ത് എന്നും ഒന്നാമത്തേന് മൻഊത്ത് എന്നും പറയും. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മൻഊത്ത് ഏതാണ്? അർറജുലു. അതാണ് മൻഊത്ത്. അർറജുലു. നഅത്ത് ഏതാ? അൽ മുഅ്മിനു എന്നാണ്. അർറജുൽ മുഅ്മിനു. അൽ മുഅ്മിനു എന്നുള്ളതാണ് നഅത്ത്. ഇനി രണ്ടാമത്തെ നോക്കൂ. സല്ലംതു അലാ ബിൻതൈനി സ്വഗീറത്തൈനി. സല്ലംതു, ഞാൻ സലാം പറഞ്ഞു. അലാ ബിൻതൈനി സ്വഗീറത്തൈനി, 2 ചെറിയ പെൺകുട്ടികളുടെ മേൽ ഞാൻ സലാം പറഞ്ഞു. ഇവിടെ അതേപോലെ നമുക്കിങ്ങനെ നോക്കിയാൽ തന്നെ കാണാം. ഇതിലാണ് നഅത്തും മൻഊത്തും വരുന്നത്. ബിൻതൈനി സ്വഗീറത്തൈനി. ഇതിലെ ആദ്യത്തേത് മൻഊത്താണ്. അപ്പോൾ ആദ്യത്തേത് ബിൻതൈനി എന്നാണ്. ബിൻതൈനി. പിന്നെ അതിൽ രണ്ടാമത്തത് നഅത്താണ്. സ്വഗീറത്തൈനി. അങ്ങനെ ഇതാ. ഇനി മൂന്നാമത്തത് എന്താ? ഖറിയത്തി ജമീലത്തുൻ ഫീഹാ ഹദീഖത്തുൻ റായിഅത്തുൻ. എൻ്റെ ഗ്രാമം ഭംഗിയുള്ളതാണ്. ഖറിയത്തി, എൻ്റെ ഗ്രാമം, ജമീലത്തുൻ ഭംഗിയുള്ളതാണ്, ഫീഹാ അവിടെയുണ്ട് അല്ലെങ്കിൽ അതിലുണ്ട്, ഹദീഖത്തുൻ റായിഅത്തുൻ മനോഹരമായ തോട്ടമുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഹദീഖത്തുൻ റായിഅത്തുൻ. ഇതിലാണ് നഅത്തും മൻഊത്തും വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആദ്യത്തേത് മൻഊത്താണ്, ഹദീഖത്തുൻ. പിന്നെ രണ്ടാമത്തേത് നഅത്താണ്, റായിഅത്തുൻ. അപ്പോൾ ഇതെങ്ങനെ സിമ്പിളായിട്ട് നഅത്തും മൻഊത്തും നമുക്ക് വേർതിരിക്കാം. ഇനി 4ാമത്തെ ആക്ടിവിറ്റി നുജീബു, ഉത്തരം എഴുതാനാണ്. 4 ചോദ്യങ്ങളാണുള്ളത്. ചോദ്യങ്ങൾ വായിച്ചു നോക്കി ഉത്തരം എഴുതുക. ലിസാനായതുകൊണ്ട് അറബിയിൽ തന്നെ ഉത്തരം എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. 1ാമത്തെ ചോദ്യം എന്താ? കൈഫ യുൻഷഉൻ നഹിയു മിനൽ മുലാരി. മുലാരിയിൽ നിന്ന് നഹിയിനെ എങ്ങനെയാണ് ഉണ്ടാക്കുക? എങ്ങനെയാണ്? നമ്മൾ 8ാമത്തെ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത്. 8ാമത്തെ പാഠത്തിൽ അഥവാ 24ാമത്തെ പേജിൽ അതുണ്ട്. 24ാമത്തെ പേജ് 8ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. ബി വൽഇ ലാ ഫി അവലിഹി. അതിൻ്റെ ആദ്യത്തിൽ ലാ എന്നുള്ളതിനെ വക്കൽ. പിന്നെ എന്ത് ചെയ്യണം? വബി ജസ്മി ആഖിരിഹി. അതിൻ്റെ അവസാനത്തതിന് ജസ്മ് ചെയ്യുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ സുക്കൂന് ചെയ്യുകയും ചെയ്യുക. അങ്ങനെ 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ആദ്യത്തിൽ ലാ എന്നുള്ളതിനെ വെക്കുക, ആദ്യത്തിൽ ലാ എന്നുള്ള അക്ഷരം വെക്കുക, അവസാനത്തതിന് സുക്കൂന് ചെയ്യുക, ജസ്മ് ചെയ്യുക. അപ്പോൾ അറബിയിൽ എഴുതുമ്പോൾ ബി വൽഇ ലാ ഫി അവലിഹി വബി ജസ്മി ആഖിരിഹി. ഇനി 2ാമത്തെ ചോദ്യം എന്താ?
കൈഫ യുക്കവ്വനുൽ അംറുൽ ഗായിബു മിനൽ മുളാരിഇൽ ഗായിബി. മുളാരി ഗായിബിൽ നിന്ന് അംറു ഗായിബിനെ എങ്ങനെയാണ് ഉണ്ടാക്കുക? ഇത് നമ്മൾ 22-ാമത്തെ പേജ് 7-ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. 22-ാമത്തെ പേജിൽ 7-ാമത്തെ പാഠത്തിൽ എന്തൊക്കെ ചെയ്യണം? ഒന്ന് ബിസിയാദത്തി ലാമിൻ, ഒരു ലാമിനെ അധികരിപ്പിക്കണം. എങ്ങനത്തെ ലാമാണത്? മക്സൂറത്തിൻ, കസറുള്ള ഒരു ലാമിനെ അധികരിപ്പിക്കണം. അപ്പോൾ അതേതാ? ലീ എന്നാണ് വരിക. എവിടെ? ഫി അവലിൽ മുളാരി, മുളാരിൻ്റെ ആദ്യത്തിൽ കസറുള്ള ഒരു ലാമിനെ അധികരിപ്പിക്കണം. പിന്നെ എന്ത് ചെയ്യണം? വസുക്കൂനിൽ ആഖിരി, അവസാനത്തേന് സുക്കൂൻ ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് മുളാരി ഗായിബിൽ നിന്ന് അംറു ഗായിബിനെ ഉണ്ടാക്കുക. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ? യക്കൂനുൽ ഫീലുൽ മുളാരിഉ മൻഫിയൻ മത്താ. യക്കൂനുൽ ഫീലുൽ മുളാരിഉ മൻഫിയൻ മത്താ. ഒരു മുളാരിയായ ഫീല് എപ്പോഴാണ് മൻഫിയാകുക? എപ്പോഴാണ് അതാവുക? നമ്മളത് 10-ാമത്തെ പേജ് 3-ാമത്തെ പാഠത്തിൽ അതിൻ്റെ ഉത്തരം പറയുന്നുണ്ട്. എപ്പോഴാണ്? ഇദാ ദഖല ഹർഫു ലാ, അഥവാ ലാ എന്നുള്ള ഹർഫ് പ്രവേശിച്ചാൽ. ഇദാ ദഖല പ്രവേശിച്ചാൽ ഹർഫു ലാ എന്ന ഹർഫ് എവിടെ? ഫി അവലിൽ മുളാരിയായ ഫീലിൻ്റെ ആദ്യത്തിൽ. അപ്പോൾ ഇദാ ദഖല ഹർഫു ലാ ഫി അവലിൽ മുളാരിയായ ഫീലിൻ്റെ ആദ്യത്തിൽ ലാ എന്ന ഹർഫ് പ്രവേശിച്ചാൽ എന്നാണ് അതിൻ്റെ ഉത്തരം വരിക. ഇനി 4-ാമത്തെ ചോദ്യം, അംറുൽ ഹാലിറു മാഹുവ. അംറു ഹാലിർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളത് 22-ാമത്തെ പേജിൽ 7-ാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് അംറു ഹാലിർ എന്ന് പറഞ്ഞാൽ? ഫിഅലുൻ, ഒരു ഫീലാണ്. യദുല്ലു, അതറിയിക്കും. അലാ ത്വലബി അംരിൻ, ഒരു കാര്യം കൽപ്പിക്കുന്നതിൻ്റെ മേൽ അറിയിക്കും. മിൻ മുഖാത്തബിൻ, അപ്പോൾ ഫീലുൻ യദുല്ലു അലാ ത്വലബി അംരിൻ മിൻ മുഖാത്തബിൻ. അപ്പോൾ അതാണ് അതിൻ്റെ ഉത്തരം. അംറു ഹാലിർ എന്നാൽ എന്ത്? ഫീലുൻ യദുല്ലു അലാ ത്വലബി അംരിൻ മിൻ മുഖാത്തബിൻ. ഇനി 5-ാമത്തെ ആക്ടിവിറ്റി നുസരിഫു, സർഫാക്കാനാണ്. 3 ചോദ്യങ്ങളാണുള്ളത്. ഉത്തുറുഖ് എന്നിവിടെ ഉണ്ട്. ഇനി അതിൻ്റെ മുസന്നെ സർഫാക്കണം. എന്താണ്? ഒരു അലിഫ് കൂട്ടി കൊടുത്താൽ മതി. ഉത്തുറുക്ക. പിന്നെ ജമ്മാക്കാൻ പിന്നെ വാവ് കൂട്ടി കൊടുത്താൽ മതി. ഉത്തുറുക്കു, ഉത്തുറുക്കു. ഇനി യാ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ മുഅന്നസാവും. ഉത്തുറുക്ക എന്നുള്ളതാണ് അടുത്തത്. ഉത്തുറുക്ന എന്നവിടെ ഉണ്ട്. അപ്പോൾ ഉത്തുറുക്ക, ഉത്തുറുക്കു, പിന്നെ ഉത്തുറുക്കി, ഉത്തുറുക്ക, ഉത്തുറുക്ന. അംറു ഹാലിറാണ്. 6-നാണല്ലോ സർഫാക്കാൻ ഉണ്ടാവുക. ഇനി ലാ യക്ദിബ്, അതെങ്ങനെ? ലാ യക്ദിബ. പിന്നെ അതിൻ്റെ ജംഅ ലാ യക്ദിബു. ഇനി അതിൻ്റെ മുഅന്നസാണ് ലാ തക്ദിബ്. പിന്നെ അതിൻ്റെ മുസന്ന ലാ തക്ദിബ. ലാ യക്ദിബിന് അവിടെ ഉണ്ട്. ലാ യക്ദിബ്, ലാ യക്ദിബ, ലാ യക്ദിബു, ലാ തക്ദിബ്, ലാ തക്ദിബ, ലാ യക്ദിബിന. ഇനി 3-ാമത്തത് യക്തുബു. മുസന്ന എന്താണ്? യക്തുബാനി. അതിൻ്റെ ജമ്മ് യക്തുബൂന. തക്തുബൂടുണ്ട്. ഞാൻ മുസന്ന തക്തുബാനി.
പിന്നെ യക്തുബിന, എൻ്റെ ജമ്മു മുഅന്നസാണിത്, യക്തുബിന. ഇനി അടുത്തത് കൊണ്ട് മുഖാത്തബൊക്കെ വരുന്നു. തക്തുബുണ്ട്, തക്തുബാനുണ്ട്, തക്തുബൂന ചേർത്ത് കൊടുക്കണം. തക്തുബൂന. ഇനി തക്തുബീന, തക്തുബാന ഇവിടെ ഉണ്ട്. പിന്നെ അതിൻ്റെ ജമ്മ് തക്തുബിന. പിന്നെ മുത്തക്കല്ലിയും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി ഇവിടെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് മുഫ്രദ് മുത്തക്കല്ലിമാണ്. എന്താണ്? അക്തുബു, നക്തുബു. അങ്ങനെ വരിക. യക്തുബു കഴിഞ്ഞിട്ട് യക്തുബാനി, യക്തുബൂന, തക്തുബു ഇവിടെ ഉണ്ട്, തക്തുബാനി, യക്തുബിന. പിന്നെ തക്തുബാനി ഇവിടെ ഉണ്ട്, തക്തുബൂന, തക്തുബീന, തക്തുബാനി ഇവിടെ ഉണ്ട്, തക്തുബിന ചേർത്ത് കൊടുക്കുക, അക്തുബു ചേർത്ത് കൊടുക്കുക, നക്തുബു ഇവിടെ ഉണ്ട്. ആറാമത്തെ ആക്ടിവിറ്റി നോ അറബിയാക്കാനാണ്. 2 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്തത്, എൻ്റെ ക്ലാസ്സിൽ 15 പെൺകുട്ടികളുണ്ട്. എൻ്റെ ക്ലാസ്സിൽ 15 പെൺകുട്ടികളുണ്ട്. അപ്പോൾ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റിൽ നിന്ന് പഠിച്ചല്ലോ, ക്ലാസ്സിൽ നിന്നുള്ളതിന് ഫീ ചേർത്ത് കൊടുക്കുക. ഫീ ഫസ് എൻ്റെ എന്നുണ്ട്. ഈ എൻ്റെ എന്ന് വരണമെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ഈ ആ കൂട്ടണം. അപ്പോൾ ഫീ ഫസ്ലി, എൻ്റെ ക്ലാസ്സിൽ. ഇനി എന്താണ്? 15 പെൺകുട്ടികളുണ്ട്. ഇവിടെ അതത് മഅദൂദ് എന്നുള്ള സംഭവം വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് എഴുതണതിൻ്റെ മുമ്പ് എളുപ്പത്തിന് വേണ്ടിയിട്ട് പെൺകുട്ടികൾക്ക് ബിൻതൻ എന്നാണ് എഴുതേണ്ടത്. ബിൻതൻ. ഇത് മഅദൂദാണ്. ഇത് മഅദൂദ് മുഅന്നസാണ്. മുഅന്നസായതുകൊണ്ട് നമ്മളിവിടെ അതിൻ്റെ അഷറ മുഅന്നസായതുകൊണ്ട് അഷറക്ക് താവ് കൊടുക്കണം. അതിന് മുഅന്നസാക്കണം. അപ്പോൾ പിന്നെ ഇവിടെ ഒറ്റ ഹംസയാണല്ലോ, ഒറ്റ അക്കം വരുന്നത്. അത് പിന്നെ ഒന്നും ചെയ്യേണ്ട, അത് മുദക്കറാണ് ആക്കേണ്ടത്. അപ്പോൾ ഹംസ എന്നായി. ഹംസത്ത് അഷറത്ത ബിൻതൻ. ഇനി രണ്ടാമത്തെ നോക്കൂ. എൻ്റെ സഹോദര, നീ കളവ് പറയരുത്. എൻ്റെ സഹോദരന് അഹ് എന്നാണ് പറയുക. എൻ്റെ സഹോദരൻ എന്നുള്ളതിന് അഹീ എന്നാണ് പറയുക. പിന്നെ ഇവിടെ നമ്മളൊരു വിളിക്കുന്നുണ്ട്, സഹോദരാന്ന് വിളിക്കുന്നുണ്ട്. വിളിക്കാൻ നമ്മൾ യാന്ന് ഫസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ യാ അഹീ, എൻ്റെ സഹോദര, നീ കളവ് പറയരുത്. ലാ തക്ദിബ്. ലാ എന്നുള്ളതാണ് അരുത് എന്നുള്ളതിൻ്റെ അത് വരുന്നത്. അതിനാണ് ലാ ഉപയോഗിക്കുക. തക്ദിബ് എന്നുള്ളത് നീ കളവ് പറയുക എന്നുള്ളത് അർത്ഥം വരും. ലാ തക്ദിബ് ആകുമ്പോൾ നീ കളവ് പറയരുത് എന്നാവും. അപ്പോൾ യാ അഹീ ലാ തക്ദിബ് എന്നാണ് വരിക. ഇനി 8ാമത്തെ ആക്ടിവിറ്റി നുത്തർജിമു, പരിഭാഷപ്പെടുത്താനാണ്. 2 ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. 1, അൽ യദുൽ ഉല്യ ഖൈറുൻ മിനൽ യദി സുഫ്ല. അൽ യദുൽ ഉല്യ ഖൈറുൻ മിനൽ യദി സുഫ്ല. അൽ യദുൽ ഉല്യ, അതിൻ്റെ നമുക്ക് ആദ്യത യദുൽ ഉല്യ. യദ് പറഞ്ഞാൽ കൈയാണ്. ഉല്യ എന്ന് പറഞ്ഞാൽ മുകളിലുള്ള കൈ. ഖൈറുൻ എന്ന് പറഞ്ഞാൽ ഉത്തമമാണ്. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് ചെയ്താൽ ഏതിനേക്കാൾ മിനൽ യദി സുഫ്ല, താഴെയുള്ള കൈയിനേക്കാൾ ഉത്തമമാണ്. അവൽ അൽ യദുൽ ഉല്യ മുകളിലുള്ള കൈ, ഖൈറുൻ ഉത്തമമാണ്, മിനൽ യദി സുഫ്ല താഴെയുള്ള കൈയിനേക്കാൾ. ഉല്യാർന്ന മുകളിലുള്ള, സുഫ്ലാർന്ന താഴെയുള്ള എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന കൈയാണ് വാങ്ങുന്ന കൈയിനേക്കാൾ ഉത്തമം. ഇനി 2ാമത്തത് ലിയദുറുസ് കുല്ലു താലിബിൻ ദർസഹു. ലിയദുറുസ് എന്ന് പറഞ്ഞാൽ പഠിക്കട്ടെ എന്നാണ്. കുല്ലു താലിബിൻ എല്ലാ വിദ്യാർത്ഥിയും. എന്ത് പഠിക്കട്ടെ? ദർസഹു, ദർസ് പാഠം, ഹു അവൻ്റെ. അപ്പം ഇങ്ങനെ വരിക, എല്ലാ വിദ്യാർത്ഥിയും അവൻ്റെ പാഠം പഠിക്കട്ടെ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക. അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. അല്ലാഹു തആല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ, ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.